മരണത്തിലെ ദുരൂഹത മാത്രം ബാക്കിയാക്കി കലാഭവൻ മണി മരിച്ചിട്ട് ഇന്നേക്ക് 3 വർഷമായിരിക്കുകയാണ്. 2016 മാർച്ച് 6 മണി മരണത്തിന് കീഴടങ്ങുന്നത്. നടൻ കലാഭവൻ മണി അന്തരിച്ചെന്ന വാർത്ത കേരളക്കര ഞെട്ടിക്കൊണ്ടാണ് പരന്നത്. മണിയുടെ ഓർമ്മയ്ക്കായി വിനയന്റെ സംവിധാനത്തിൽ സിനിമ പുറത്തിറങ്ങിയിരുന്നു. നേരത്തെ മണിയുടെ സ്മാരകം പണിതിരുന്നു. ഈ കഴിഞ്ഞ പ്രളയത്തിൽ ആ സ്മാരകത്തിന് ഒന്നും പറ്റിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നു, മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന്. ഇപ്പോഴിതാ മണിയുടെ പേരിൽ ഒരു റോഡും നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. ഇക്കാര്യം മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. കലാഭവൻ മണി സ്മാരക റോഡ് യാഥാർത്ഥ്യമായി. ദീർഘകാലത്തെ കുടുംബത്തിന്റെയും കലാഭവൻ മണി ചേട്ടന്റെ ആരാധകരുടെയും ആത്മാർത്ഥമായ ആവശ്യമാണ് ഇന്ന് നിറവേറിയത്. രാവിലെ നടന്ന ചടങ്ങിൽ ചേന്നത്ത് നാട്ടിലേക്കുള്ള റോഡിലേക്കുള്ള നാമകരണ ചടങ്ങ് MLA VD ദേവസി നിർവഹിച്ചു. വൈകുന്നേരം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ചാലക്കുടി ചെയർപേഴ്സൺ കലാഭവൻ മണി റോഡിന്റെ നാമകരണത്തിനായി 100 കണക്കിന് കത്തുകൾ ആരാധകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചതായി പറഞ്ഞു. ഈ ലക്ഷ്യത്തിനായി ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലേക്ക് കത്തയച്ചും മറ്റും ആവശ്യങ്ങൾ ഉന്നയിച്ച മണിച്ചേട്ടന്റെ ആരാധകരോടും ആവശ്യം അംഗീകരിച്ച് നടപ്പിലാക്കിയ ചാലക്കുടി MLA, ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺ കുമാർ അവറുകളോടും മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ സമുന്നതരായ പ്രമുഖ വ്യക്തിത്വങ്ങളോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ആരും മറക്കില്ല ഈ മണിനാദത്തെ. അത് ഇന്നും ഓർക്കുകയാണ് ജനങ്ങൾ. അതിനുള്ള തെളിവുകളാണ് ഇതൊക്കെ.